എല്ലാ ആയുർവേദ സ്നേഹികളും അഭിമാനപൂർവ്വം സ്മരിക്കുന്ന കേരളത്തിൻ്റെ അഷ്ടവൈദ്യ പാരമ്പര്യത്തിലെ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ കുട്ടഞ്ചേരി മനക്കിലെ കുട്ടഞ്ചേരി ആര്യൻമൂസ് അവരുടെ പൗത്രി ദുർഗ മാഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമ്മൾ കുട്ടഞ്ചേരി ആര്യൻമൂസിൻ്റെ അഖിലാണം ദേശത്തുള്ള തറവാടിൻ്റെ പത്തായപ്പുരയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുട്ടഞ്ചേരി മൂസിന് 3 താവഴികൾ ഉള്ളതായിട്ടാണ് അറിയുന്നത്. ഒന്ന് ചാഴിയാട്ടിരി അംശം ദേശത്തുള്ള അഖിലവണം എന്ന സ്ഥലത്ത്, മറ്റൊന്ന് തലപ്പള്ളി താലൂക്കിൽ കുമരനെല്ലൂർ ദേശത്താണ് അപ്പന്താവഴിയുള്ളത്, മറ്റൊന്ന് പൊന്നാനി താലൂക്കിലാണെന്ന് പറയപ്പെടുന്നു. അഷ്ടവൈദ്യന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആയുർവേദ ശാസ്ത്രത്തിലെ 8 അംഗങ്ങളും വ്യക്തമായി പഠിച്ച് അതിനുണ്ടാകുന്ന രോഗങ്ങളെ മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന വൈദ്യൻ എന്നുള്ള നിലയ്ക്കാണ്. അതായത് കായ ബാല ഗ്രഹോർധ്വാംഗ ശല്യദംഷ്ട്ര ജരാവൃഷാൻ, ഇങ്ങനെ 8 അംഗങ്ങളെക്കുറിച്ച് പഠിച്ചവനെയാണ് നമ്മൾ അഷ്ടവൈദ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഖിലവണ്ണ ദേശത്തുള്ള കുട്ടഞ്ചേരി തറവാട്ട് കുളത്തിനടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ പഴയ തറവാടൊക്കെ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. പക്ഷേ പത്തായപ്പുര കോട്ടം തട്ടാതെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഈ പത്തായപ്പുരയിലാണ് അച്ചന്താവഴിയിലുള്ളവർ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി ശിഷ്യന്മാരെ ഒരുക്കിയിരുന്നത്. ഈ ശിഷ്യന്മാർ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുകയായിരുന്നത് കൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും, അതായത് കുളി, അതുപോലെ ഉപാസനയ്ക്കായിട്ട് അമ്പലത്തിൽ പോകുന്നു, മറ്റ് ഭക്ഷണ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് നടത്തിയിരുന്നത്. ഈ കുളത്തിന് മുൻവശത്തായിട്ട് കാണുന്ന ഏകദേശം 500 ഏക്കറോളം പാട്ടം കിട്ടുന്ന നെല്ല് മുഴുവനായും അവിടുത്തെ പത്തായപ്പുരയിൽ കൊണ്ടുപോയി സ്വരൂപിക്കുകയും കുംഭമാസത്തിൽ 30 ചൊവ്വാഴ്ച മുതൽ 8 ദിവസം തുടർച്ചയായിട്ട് ബ്രാഹ്മണേമപ്പാട്ട് ഇവിടെ പാട്ട് കൂറിയിട്ട് തുടർച്ചയായി 8 ദിവസവും ബ്രാഹ്മണേമപ്പാട്ട് നടത്താറുണ്ട്. അതിലേക്കുള്ള ചിലവും അതേപോലെ തന്നെ ഈ വൈദ്യവൃത്തിക്ക് വേണ്ടി വരുന്ന ചിലവുകളെല്ലാം ഈ പാട്ടം പിരിഞ്ഞു കിട്ടുന്ന നെല്ലിൽ നിന്നാണ് നടത്തിയിരുന്നത്. ഇതുകൂടാതെ തന്നെ ഈ ഇതിനോട് ചേർന്ന് കാണുന്ന ആ മലയടിവാരത്തിലുള്ള കുറച്ചൊരു ഭാഗം കൂടി കുട്ടഞ്ചേരി മനക്കാരുടെ വകയായിട്ടുണ്ടായിരുന്നു. ഇവിടെ തറവാട്ടിൽ നിന്ന് അപ്പന്താവഴിയിലേക്കും അതേപോലെ തന്നെ അപ്പന്താവഴിയിൽ നിന്ന് ഈ തറവാട്ടിലേക്കും വരവ് പോക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് നല്ലൊരു തെളിവാണ് PS വാര്യരുടെ ആത്മകഥയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വാസുദേവ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരു ഇടയ്ക്ക് കാളവണ്ടിയിൽ തറവാട്ടിലേക്കൊരു യാത്ര, അഖിലാണം ദേശത്തേക്കുള്ളൊരു യാത്ര അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ആത്മകഥയിൽ ആ ചാപ്റ്ററിൽ അത് കാണാം. വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജാതിഭേദമന്യേ ഇവിടെ വിദ്യ അഭ്യസിച്ചു എന്നുള്ളതിന് തെളിവാണ് ശാരടി, എടക്കാനം എമ്പ്രാന്തിരി, അതുപോലെ രാമവാര്യർ, ഇങ്ങനെ ഒരുപാട് എഴുത്തച്ഛന്മാർ. അതായത് എല്ലാവർക്കും പേരുകൾ പലപ്പോഴും സമാനമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ബാക്കി എല്ലാ അഷ്ടവൈദ്യ കുടുംബങ്ങളിൽപ്പെട്ട എല്ലാ പ്രഗത്ഭ വ്യക്തികളുടെയും ഗുരുകുലം എന്നത് കുട്ടഞ്ചേരി തന്നെയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് അഖിലാണം, ചാഴിയാട്ടിരി അംശം ദേശത്ത് അഖിലാണം എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടോറക്കാവ് അമ്പലത്തിൻ്റെ മുന്നിലാണ്. കുട്ടഞ്ചേരി അച്ചന്താവഴിയാണ് അഖിലാണത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പണ്ട് കാലത്ത് മുത്തശ്ശന്മാരുടെ കാലഘട്ടം നമുക്കൊരു 1700-കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അകത്ത് തേവാരത്തിനായിട്ട് വനദുർഗയാണ് ഉണ്ടായിരുന്നത്. കൂടെ
ഈ അച്ഛന്താവഴിയിൽ പൊതുവെ ഇവർ ഉപാസിച്ചിരുന്ന ഒരു കുട്ടി എന്നാണ് അത്രേ അച്ഛന്താവഴിയിലുള്ളവര് ഈ ചാത്തനെ അതല്ലെങ്കിൽ ഉപാസിക്കുന്ന ദൈവത്തിനെ കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഉപാസനാമൂർത്തികള് നമുക്ക് പ്രത്യക്ഷത്തിൽ എന്താണ് കൈവരുന്ന അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണാവുന്ന രീതിയിലുള്ള അത്രയും നല്ല ഉപാസകരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചാത്തനെ കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. അത് മാത്രമല്ല, ഈ ചാത്തൻ അദ്ദേഹത്തിന്റെ അതായത് അച്ഛന്താവഴിയിലുള്ളവരുടെ ചികിത്സകൾക്കും മറ്റു കാര്യങ്ങൾക്കും വളരെയധികം സഹായിച്ചിരുന്നു എന്നാണ് കേട്ടിരുന്നത്. ചിലപ്പോൾ അതൊരു മിത്താണെങ്കിൽ കൂടി ഉപാസനയുടെ ശക്തി കൊണ്ട് ആ കഥകൾ ഉണ്ടായതാണെങ്കിലും അത് അഷ്ടാംഗഹൃദയവും അതുപോലെ തന്നെ മറ്റ് ആയുർവേദ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇത്രയേറെ ഉപാസനയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കാനായിരിക്കണം ഇതുപോലൊരു കഥയും കൂടെ അതിനൊപ്പം ഉള്ളത്. കഥ മാത്രമാണെന്ന് തോന്നുന്നില്ല, അതിനുള്ള തെളിവുകളടക്കം നമുക്കിവിടെ ഈ അമ്പലത്തിന്റെ അടുത്ത് വന്നാൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ഈ ചാത്തൻ അതല്ലെങ്കിൽ കുട്ടി അവരുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ എല്ലാ ഒരു വലങ്കൈയായിട്ട് തന്നെ ഉണ്ടാകുന്ന കുട്ടി പറയുന്ന കേട്ടറിഞ്ഞ കഥയാണ്. അവിടെ ഇല്ലത്ത് ആശാരിപ്പണി നടക്കുന്ന സമയത്ത്, അതായത് കെട്ടിനീച്ചില് എന്തോ നടക്കുന്ന സമയത്ത് ഈ കുട്ടി അവരുടെ കൂടെ കൂടി ചെറിയ രീതിയിൽ എന്താണ് അവരോടൊപ്പം സേവിക്കുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോ അച്ഛൻ തിരുമേനി വിളിച്ചപ്പോ ആ ഒരു അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്നുള്ള നിലയ്ക്ക് കുട്ടി ഒന്ന് തല താഴ്ത്തി നിൽക്കുകയും അച്ഛന് ആ സമയത്ത് ദേഷ്യം വന്നിട്ട് അവരുടെ കൂടെ കൂടിയുന്നുണ്ടെങ്കിൽ ഈ പുറത്ത് അവരുടെ ഒപ്പം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്പലത്തിൽ നിന്ന് കുറച്ച് ആ പാഠം കഴിഞ്ഞ് അപ്പുറത്തായിട്ട് നമുക്ക് ഈ ചാത്തന്റെ പ്രതിഷ്ഠ കാണാം. അവര് പൂജ ചെയ്യുന്നത് ആശാരിമാരാണ്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെയും മിത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് കളവ് പോകുന്ന സാധനങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ഈ കുട്ടി അച്ഛനിൽ നിന്ന് വിട്ട് മാറിപ്പോയെങ്കിലും ഇവരെ ഉപാസിക്കുന്ന ആരാണോ അവരെ കൈയൊഴിയാതെ തന്നെ ഈ കുട്ടി കൂടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന പല കഥകളും പിന്നീട് ഈ പഴമക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ചാത്തന്റെ അമ്പലം. ഭഗവതിയുടെ അടുത്ത് നിന്ന് മാറ്റി ഇനി പുറത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പാഠം കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്താണ് അവരിയ്ക്കുന്നത്. അവിടെ ഇപ്പോഴും പൂജ ചെയ്യുന്നത് ആശാരിമാരാണ്. പിന്നീട് ഈ ഭഗവതി, അതായത് കാലങ്ങൾ കഴിയും തോറും ഓരോ തലമുറകളിലെ അച്ഛന്താവഴികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് സാമൂഹികമായ മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആര്യൻമൂസ് എന്ന നാമധേയങ്ങളിലാണ് ഈ അച്ഛന്താവഴി അറിയപ്പെട്ടിരുന്നത്. അപ്പന്താവഴിയിൽ പ്രധാനമായിട്ടും നമുക്ക് കേട്ടറിഞ്ഞിട്ടുള്ള കാരണവരെന്ന് പറയുന്നത് വാസുദേവ മുത്തപ്പൻ എന്നാണ് എല്ലാവരും പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹമാണ് PS വാര്യരുടെ ഗുരുനാഥനായിട്ടുള്ള വാസുദേവ മുത്തപ്പൻ എന്ന് പറയുന്ന കുട്ടഞ്ചേരി മൂസ്. അപ്പോൾ അപ്പന്താവഴിയുള്ളത് കുമരനെല്ലൂർ, അതായത് വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്കില് കുമരനെല്ലൂർ എന്ന ദേശത്താണ്. തറവാട്ടിലുണ്ടായിരുന്ന ആരാധനാമൂർത്തികളെ ഇവിടെ ഒരു സ്ഥലം കണ്ടുവെച്ച് അവിടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും അത് സ്ഥിരം മുട്ടാതെ വിളക്ക് വെക്കാൻ ഇവിടെ ബ്രാഹ്മണിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ആ സ്ഥലമാണ് ഇന്ന് കുട്ടവറക്കാവ് ഭഗവതി ക്ഷേത്രമായിട്ട് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്നത്. അപ്പൊ ഇവിടെ അത് കൂടാതെ ഒരു മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയും കൂടി നമുക്ക് കാണാം. അത് പറയപ്പെടുന്നത് ഈ ഇല്ലത്തുള്ള ഒരു കാരണവരാരോ കോട്ടപ്പടി ചികിത്സയ്ക്ക് പോയപ്പോ അവിടെ അന്നമില്ലാതെ, അതായത് നിത്യപൂജ പോലും നടക്കാതെ ഇരുന്ന ഒരു വിഷ്ണുവിന്റെ അമ്പലത്തിൽ നിന്ന് അവിടുന്ന് ആവാഹിച്ചു കൊണ്ടുവന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത, ഇത് എല്ലാ മൂർത്തികളും കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വളരെ ഒരു ചൈതന്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. അത്രയേറെ ചൈതന്യമൂർത്തികളായിട്ടാണ് ഇവിടെയുള്ള പ്രതിഷ്ഠകൾ നമുക്ക് കാണാം. ഇനി ഇവിടെ നിന്ന് പാടത്ത് കൂടെ നടന്നാൽ തന്നെ നമുക്ക് തറവാട്ടിലേക്ക് എത്താൻ പറ്റും. അതുകൂടാതെ ഈ അവിടെ, അതായത് തറവാട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ ഭഗവതിക്ക് വിളക്ക് വെച്ചത് നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പത്തായപ്പുരയിൽ. ഈ പത്തായപ്പുരകളിൽ മുകൾ വശത്താണ് സാധാരണ വൈദ്യം പഠിപ്പിക്കാറുള്ളത്. അന്നത്തെ കാരണവന്മാർ ആരാണോ, കാരണം ഓരോ തലമുറകൾ മാറുമ്പോഴും കാരണവന്മാരുടെ രീതികൾ മാറുമെങ്കിലും പഠനത്തിന്റെ ശൈലിക്ക് യാതൊരു മാറ്റവും വരാറില്ല. പൊതുവെ കുട്ടഞ്ചേരി പഠിക്കാനെത്തുന്നവർ അഷ്ടാംഗ ഹൃദയമൊക്കെ ഹൃദയസ്ഥമാക്കിയ ശേഷം ഒരു ഹയർ സ്റ്റഡീസ്, അതായത് പെരിങ്കളരി എന്ന് വേണമെങ്കിൽ പറയാം, ആ നിലയ്ക്കാണത്രേ പണ്ട് കാലത്ത് വൈദ്യം പഠിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ വന്നിരുന്നത്. ഇത് കൂടാതെ ഇന്നത്തെ അഷ്ടവൈദ്യ പരമ്പരയിൽ ഇന്ന് നമ്മൾ കാണുന്ന മഹനീയ വ്യക്തികൾ തുടക്കം കുറിച്ച് ഇന്ന് അവരുടെ മറ്റു തലമുറകൾ തുടർന്നു പോകുന്ന തെക്കാട്ട് എസ്.എൻ.എ, ആലത്തൂര് നമ്പി, ഇവരെല്ലാവരും, ഗുലാമന്തോള് മൂസ, ഇവരെല്ലാവരും പഠിച്ച കളരി കുട്ടഞ്ചേരി തന്നെയാണ്. കുട്ടഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിനും അതുപോലെ തന്നെ ഈ ആയുർവേദം മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം, അതായത് വ്യക്തമായി ശാസ്ത്രീയമായിട്ട് എങ്ങനെ പഠിപ്പിക്കാം എന്നതിനാണ് കുറച്ചുകൂടി ഊന്നൽ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആയുർവേദത്തിന് ഇത്രയേറെ പ്രാധാന്യവും അതല്ലെങ്കിൽ ഇന്ന് ഇതിവിടെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കാതലായിട്ടുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും.